കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. കാഞ്ഞിരക്കൊല്ലിയിലെ മടത്തേടത്ത് വീട്ടിൽ നിതീഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. അക്രമം തടയാൻ ശ്രമിച്ച നിതീഷിന്റെ ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് വിലയിരുത്തൽ. കാഞ്ഞിരക്കൊല്ലി ആമിനത്തോട് ഉച്ചയ്ക്ക് 12:30ഓടെയാണ് നാടിന് നടുക്കിയ കൊലപാതകം. വീടിനോട് ചേർന്ന് ഷെഡ് കെട്ടി ഇരുമ്പ് പണിയെടുക്കുന്ന ആളാണ് കൊല്ലപ്പെട്ട നിതീഷ്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ആദ്യം നിതീഷുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നാലെ ഷെഡിൽ മൂർച്ച കൂട്ടി വെച്ചിരുന്ന കൊടുവാൾ ഉപയോഗിച്ച് നിതീഷിനെ വെട്ടുകയായിരുന്നു. ഞങ്ങളൊരു 11 മണിയാകുമ്പോഴാണ് സംഭവം അറിയുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പം ബൈക്കിന് 2 പേര് വന്നിട്ട് ഇവനെ വിളിച്ചു വരുത്തിയില്ലായിരുന്നു. നിതീഷ് കടയിലായിരുന്നു. അപ്പം വിളിച്ചു വരുത്തിയിട്ടാണ് വീട്ടിൽ നിന്ന് വെട്ടുക ചെയ്തതെന്ന് പറഞ്ഞു. കഴുത്തിന് ആഴത്തിൽ മുറിവേറ്റ നിതീഷ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അക്രമം തടയാൻ ശ്രമിച്ച ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. ഗുരുതര പരിക്കേറ്റ ശ്രുതിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനു മുമ്പും ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്ന് ചികിത്സയിലുള്ള ശ്രുതി മൊഴി നൽകി. 2 പേര് വന്ന് ഇയാളെ വെട്ടി കൊലപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഭാര്യയെടുത്ത് വിളിച്ച് ചോദിച്ചു. ഭാര്യ ആശുപത്രി കൊണ്ടുപോയേക്കാണ്. ചോദിച്ചു സാമ്പത്തിക ഇടപാടിൻ്റെ വിഷയത്തിലുണ്ടായ തർക്കമാണ് ഇതിന് കാരണമെന്നാണ് പറഞ്ഞത്. ബാക്കി നമ്മൾ പ്രതികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട അക്രമികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 24 കണ്ണൂർ.